സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ മാത്രമേ ഫൈനാൻഷ്യൽ സ്വാതന്ത്ര്യം കിട്ടൂ എന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഏത് സ്റ്റോക്കിൽ നിക്ഷേപിക്കണം? ഫ്യൂച്ചറിൽ ഏത് കമ്പനികൾ നല്ല റിട്ടേൺസ് തരും? ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വായിക്കും? ഈ പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങളെയും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കായാണ് ഈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, പക്ഷേ എനിക്കതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് ജയന്റ്, ആയിരക്കണക്കിന് സ്മാർട്ട് നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി, ഓരോ ഇന്ത്യക്കാരൻ്റെയും കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ബ്രാൻഡ്, ഭാവിയിൽ 5x മുതൽ 10x വരെ റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള കമ്പനിയായ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാം ഈ കമ്പനി എങ്ങനെ ആരംഭിച്ചു, ഇന്നത്തെ മാർക്കറ്റിൽ അവരുടെ സ്ഥാനം എന്താണ്, അവരുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത്, ഫ്യൂച്ചറിൽ സ്റ്റോക്ക് വില വർദ്ധിക്കാനുള്ള സാധ്യതകൾ. വീഡിയോ അവസാനം വരെ കാണുക. ഓരോ ഇൻഫർമേഷനും നിങ്ങളെ ഒരു മികച്ച ഇൻവെസ്റ്ററായി വളരാൻ സഹായിക്കും. 1945 JRD ടാറ്റയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ സ്വന്തം കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ബ്രാൻഡായാണ് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് പിറവി കണ്ടത്. തുടക്കത്തിൽ കമ്പനിയുടെ പേര് ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി എന്നായിരുന്നു. മെഴ്സഡീസ് ബെൻസുമായി ചേർന്ന് ഇന്ത്യയിലെ ആദ്യ ട്രക്ക് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇന്ത്യൻ ഗതാഗത രംഗം ഒരു പുതിയ ദിശയിലെത്തുകയായിരുന്നു. ഒരു കാലത്ത് ടാറ്റ മോട്ടോഴ്സ് ട്രക്കുകളും കൊമേഴ്ഷ്യൽ വാഹനങ്ങളും മാത്രമാണ് നിർമ്മിച്ചിരുന്നത്. പക്ഷേ 1991 ലിബറലൈസേഷന് ശേഷം ടാറ്റ പാസഞ്ചർ കാറുകളുടെ ലോകത്തേക്ക് ചുവടുവെച്ചു. 1998 ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത ആദ്യ കാർ ടാറ്റ ഇൻഡിഗോ വിപണിയിലെത്തി. 2008 സാധാരണ ഇന്ത്യക്കാരൻ്റെ കാർ എന്ന സ്വപ്നം സഫലമാക്കാൻ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാറായ ടാറ്റ നാനോ അവതരിപ്പിച്ചു. അതേ വർഷം തന്നെ ജാഗ്വർ ആൻഡ് ലാൻഡ് റോവറിനെ ഫോർഡിൽ നിന്ന് ഏറ്റെടുത്തു. അതോടെ ടാറ്റ ഒരു പ്യൂർലി ഇന്ത്യൻ ബ്രാൻഡിൽ നിന്ന് ഒരു ഗ്ലോബൽ കാർ മാനുഫാക്ചററായി വളർന്നു. EV വിപ്ലവം വന്നപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പിന്നിലായി നിന്നില്ല. പകരം നെക്സോൺ EV, ടിയാഗോ EV പോലുള്ള മോഡലുകൾ കൊണ്ട് ഇന്ത്യയിലെ EV മാർക്കറ്റിൽ നമ്പർ 1 ആയി മാറി. എന്താണ് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകൾ. കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യം ഓർമ്മ വരുന്നത് ടാറ്റ മോട്ടോഴ്സാണ്. ട്രക്കുകളിൽ നിന്ന് ബസ്സുകൾ വരെ ഈ സെഗ്മെൻറ്റിൽ ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡാണ്. രണ്ടാമത്തേത് പാസഞ്ചർ വെഹിക്കിളുകൾ. നെക്സോൺ, ഹരിയർ, സഫാരി പോലുള്ള സ്റ്റൈലിഷ് SUVകളിലും ടിയാഗോ, ടിഗോർ പോലുള്ള അഫോർഡബിൾ ആൻഡ് ഫ്യൂച്ചർ പാക്ക്ഡ് കാറുകളിലുമാണ് ടാറ്റയുടെ സാന്നിധ്യം. ടാറ്റയുടെ ഗ്ലോബൽ റവന്യൂവിൽ ഏകദേശം 70% വരുമാനം ജാഗ്വർ ആൻഡ് ലാൻഡ് റോവറിൽ നിന്നാണ്. അവരുടെ ഡിഫൻഡർ, റേഞ്ച് റോവർ, ഇവോക്ക് പോലുള്ള ഹൈ മാർജിൻ ബെസ്റ്റ് സെല്ലിംഗ് മോഡലുകൾ ആഗോള വിപണിയിൽ JLRനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാ സെഗ്മെൻറ്റിലും ബെസ്റ്റ് സെല്ലർ മോഡലുകൾ, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്സ്, പ്രീമിയം ഡിസൈൻ എല്ലാം കൂടി ടാറ്റയെ പാസഞ്ചർ മാർക്കറ്റിലും ടോപ്പിലേക്ക് നയിക്കുന്നു. മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് അവരുടെ ഇലക്ട്രിക് വെഹിക്കിളുകൾ അഥവാ EV. നെക്സോൺ EV, ടിയാഗോ EV തുടങ്ങിയ മോഡലുകൾ വഴി ടാറ്റയുടെ EV മാർക്കറ്റ് ഷെയർ ഇപ്പോൾ 70% കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്, അഫോർഡബിൾ പ്രൈസിങ്, സേഫ്റ്റി എല്ലാം കൂടി ടാറ്റയെ ഇന്ത്യയിലെ നമ്പർ 1 EV ബ്രാൻഡായി ഉയർത്തിയിട്ടുണ്ട്. നാലാമത്തേത് ഡിഫൻസ് ആൻഡ് സ്പെഷ്യാലിറ്റി വെഹിക്കിളുകൾ. ഇത് പലർക്കും അറിയാതെ പോകുന്ന ഒരു ശക്തമായ മേഖലയാണ്. സൈനിക വാഹനങ്ങൾ, ആർമഡ് വെഹിക്കിളുകൾ തുടങ്ങിയ സ്പെഷ്യാലിറ്റി വാഹനങ്ങളും ഇന്ത്യൻ ആർമിക്ക് വേണ്ടി അവർ നിർമ്മിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെ ഭാഗമായാണ് ടാറ്റ മോട്ടോഴ്സ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തേത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് റവന്യൂ ഗ്രോത്ത്. 2020 ടാറ്റ മോട്ടോഴ്സിൻ്റെ വരുമാനം 2.58 ലക്ഷം കോടിയായിരുന്നു. 2025 ഈ വരുമാനം 4.40 ലക്ഷം കോടിയായി ഉയർന്നു. ഏകദേശം 70% വളർച്ച, അതും വെറും 5 വർഷത്തിനുള്ളിൽ. രണ്ടാമത്തേത് നെറ്റ് പ്രോഫിറ്റ് ടേൺ അറൗണ്ട്. 2020 കമ്പനി 11,975 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. അതായത് ഓരോ ദിവസവും കോടികൾ നഷ്ടപ്പെടുന്ന അവസ്ഥ. 2025 അതേ കമ്പനി 28,149 കോടി രൂപ ലാഭം നേടി. ഇതൊരു വലിയ ഫൈനാൻഷ്യൽ കംബാക്ക് ആയിരുന്നു. മൂന്നാമത്തേത് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. 2020 ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ വെറും 8.5% ആയിരുന്നു.
പക്ഷേ 2025 അതേ മാർജിൻ 12.6% ഉയർന്നു. നാലാമത്തേത് അവരുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. 2020 ടാറ്റ മോട്ടോഴ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ -4.6% ലോസിലായിരുന്നു അവർ. 2025 അതേ കമ്പനി ഇന്ന് 6.4% നെറ്റ് പ്രോഫിറ്റ് മാർജിനുള്ള സ്ഥാപനമായി മാറിയിരിക്കുന്നു. അഞ്ചാമത്തേത് ഡെപ്റ്റ് പൊസിഷൻ. 2020 ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.88 ആയിരുന്നു. അതായത് കമ്പനിക്ക് വലിയ തോതിൽ കടമുണ്ടായിരുന്നു. 2025 ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.62 ആയി അവർ കുറച്ചു. പകരം കമ്പനിക്ക് തികച്ചും ഹെൽത്തി ക്യാഷ് ഫ്ലോ ഉണ്ടായി. ബാലൻസ് ഷീറ്റ് കൂടുതൽ സ്റ്റേബിളായി. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും, നഷ്ടത്തിൽ നിന്ന് വെറും 5 വർഷത്തിനുള്ളിൽ ടാറ്റ മോട്ടോഴ്സ് എങ്ങനെ സ്റ്റേബിൾ പ്രോഫിറ്റബിലിറ്റി കൈവരിച്ചു? ഒന്നാമത്തേത് അവരുടെ ആൾട്രോസ്, പഞ്ച്, നെക്സോൺ പോലുള്ള മോഡലുകൾക്ക് ഒരേ പ്ലാറ്റ്ഫോം ആൻഡ് ആർക്കിടെക്ചർ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ ലളിതമാക്കി. രണ്ടാമത്തേത് ഒരേ എൻജിനും സ്പെയർ പാർട്സും പല മോഡലുകളിലും ഉപയോഗിച്ച് വലിയ തോതിൽ കോസ്റ്റ് സേവിംഗ് ചെയ്യാൻ സാധിച്ചു. മൂന്നാമത്തേത് EV ഉൽപ്പാദനം ഒരു സെൻട്രലൈസ്ഡ് പ്ലാന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സിപ്ട്രോൺ ടെക്നോളജി ഉപയോഗിച്ച് എഫിഷ്യൻസി ആൻഡ് സ്കെയിലബിലിറ്റി കൂട്ടി. നാലാമത്തേത് ജാഗ്വർ ആൻഡ് ലാൻഡ് റോവറിൽ ലോ പ്രോഫിറ്റ് മോഡലുകൾ ഒഴിവാക്കി, ഡിപ്രിസിയേഷൻ കുറച്ചു, എംപ്ലോയി റീസ്ട്രക്ചറിങ് നടത്തി, പ്രോഫിറ്റബിലിറ്റി മെച്ചപ്പെട്ടു. അഞ്ചാമത്തേത് മാനുഫാക്ചറിങ്, സപ്ലൈ ചെയിൻ എന്നിവയിൽ ഓട്ടോമേഷൻ കൊണ്ടുവന്ന് ഹ്യൂമൻ എറേഴ്സ് കുറച്ചു. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതായിരിക്കും, എന്തുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഒരു മൾട്ടി ബാഗർ കമ്പനിയാകാൻ സാധ്യതയുള്ളത്? ഒന്നാമത്തെ വലിയ വളർച്ചാ മേഖല ഇലക്ട്രിക് വെഹിക്കിൾ റവല്യൂഷനാണ്. അടുത്ത 10 വർഷത്തിൽ ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് മാത്രമായി വിപണി 5 മടങ്ങ് വലുതാകുമെന്നാണ് പ്രൊജക്ഷൻ പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി ടാറ്റ മോട്ടോഴ്സ് ഇതിനകം തന്നെ വലിയ നിക്ഷേപങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2026 10ൽ കൂടുതൽ പുതിയ ഇലക്ട്രിക് മോഡലുകൾ ലോഞ്ച് ചെയ്യാനാണ് പദ്ധതി. രണ്ടാമത്തേത് സിപ്ട്രോൺ പ്ലാറ്റ്ഫോം അപ്ഗ്രേഡ് ചെയ്ത് ലോങ് റേഞ്ച് ഫാസ്റ്റർ ചാർജിങ്, സേഫർ ബാറ്ററി ടെക് വരുന്നു. മൂന്നാമത്തേത് EV വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യയിലുടനീളം 3000-ലധികം EV സ്പെസിഫിക് ഡീലർഷിപ്പുകൾ പ്ലാൻ ചെയ്യുന്നു. ഇതൊക്കെ ചേർന്നാൽ ടാറ്റയുടെ EV സെഗ്മെൻറ്റ് ഭാവിയിൽ കൂടുതൽ ശക്തമാകും. രണ്ടാമത്തെ വളർച്ചാ മേഖല ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ വഴിയുള്ള ഗ്ലോബൽ എക്സ്പാൻഷനാണ്. അതിൽ ഒന്നാമത്തേത് ജാഗ്വർ 2025 പ്യുർ ഇലക്ട്രിക് ബ്രാൻഡാക്കുക എന്നതാണ്. കൂടാതെ യൂറോപ്യൻ നിലവാരത്തിലുള്ള സുരക്ഷാ സാങ്കേതിക വിദ്യകൾ, ADAS, അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം, ലെയിൻ അസിസ്റ്റൻറ്റ് തുടങ്ങിയവ. രണ്ടാമത്തേത് അവരുടെ കോസ്റ്റ് റീസ്ട്രക്ചർ പ്ലാനാണ്. കൂടുതൽ പ്രോഫിറ്റ് മാർജിനുള്ള മോഡലുകൾ മാത്രം നിലനിർത്തും. മൂന്നാമത്തേത് പുതിയ ലക്ഷറി EV പ്ലാറ്റ്ഫോം. അവരുടെ മൂന്നാമത്തെ വളർച്ചാ മേഖല കണക്റ്റഡ് മൊബിലിറ്റി, ഓട്ടോണമസ് ഡ്രൈവിംഗ്. ഇത് ഇനി കാറുകളുടെ കാലമല്ല, സ്മാർട്ട് കാർസിൻ്റെ കാലമാണ്. ടാറ്റ മോട്ടോഴ്സ് ഇതിനകം തന്നെ ഓട്ടോണമസ് ഡ്രൈവിംഗ് അഥവാ സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾ സംബന്ധിച്ച ഗവേഷണങ്ങളിൽ വലിയ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നു. സെൻസർ ടെക്നോളജി, ADAS, അഡ്വാൻസ് ഡ്രൈവിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം എന്നിവയുടെ ടെസ്റ്റിങ്ങും വിവിധ രാജ്യങ്ങളിൽ നടക്കുകയാണ്. ഭാവിയിലെ ടാറ്റ വാഹനങ്ങൾ കൂടുതൽ കണക്റ്റഡായും വോയിസ് കമാൻഡിലൂടെ പ്രവർത്തിക്കാവുന്നതായും പ്രെഡിക്റ്റീവ് ഡ്രൈവിംഗ് സംവിധാനങ്ങളോടെയുമായും വരും. നാലാമത്തെ വലിയ വളർച്ചാ മേഖല ഡിഫൻസ് ആൻഡ് സ്പെഷ്യാലിറ്റി വെഹിക്കിൾസ്. ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ സൈന്യത്തിനായി ആർമഡ് ട്രക്സ്, ട്രൂപ്സ് കാരിയർ, സർവേലിയൻസ് വെഹിക്കിൾസ് തുടങ്ങിയവ നിർമ്മിക്കുന്നു. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ഡിഫൻസ് മൂവ്മെൻറ്റിൽ വലിയ പങ്ക്. ഭാവിയിൽ മിലിറ്ററി ഡ്രോൺസ്, ടാക്ടിക്കൽ ഇലക്ട്രിക് വെഹിക്കിൾസ്, ബാറ്റിൽ ഫീൽഡ്, ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് വികസിപ്പിക്കുന്നതിൽ ടാറ്റയുടെ സാന്നിധ്യം ശക്തമാണ്. ഇത് റിക്കറിംഗ് റവന്യൂ, ഗവൺമെൻറ് കോൺട്രാക്ട്സ് എന്നിവ വഴി സ്റ്റേബിൾ ഗ്രോത്ത് നൽകുന്ന ഹിഡൻ ജെം സെഗ്മെൻ്റാണ്. സത്യത്തിൽ ഒരു മികച്ച നിക്ഷേപം എന്നത് ക്ഷമയും വിശ്വാസവും ചേർന്നതാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകേണ്ട ഒരു ആങ്കർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ടാറ്റ മോട്ടോഴ്സ് ആയിരിക്കും.